ഹലോ ഗഡീസ്, ഇത് നമ്മുടെ ചമയ പ്രദർശനമാണ് കേട്ടോ, തൃശ്ശൂർ പൂരത്തിൻ്റെ. അപ്പോൾ ഇന്നലെ എടുത്ത വീഡിയോ ആണ് ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. പാറമേക്കാവിൻ്റെ മുന്നിൽ നിന്നാണ് നമ്മൾ ഈ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. പാറമേക്കാവ് അമ്പലമാണ് ഇത്രയും ലൈറ്റ്സും ഒക്കെ വെച്ചിട്ട് അലങ്കരിച്ച് വെച്ചിരിക്കുന്നത്. എന്തൊരു ഭംഗിയാണെന്ന് അറിയാമോ? എനിക്കറിയാം, ഞാൻ വീഡിയോ കൂടെ കാണിച്ചാൽ പോലും നേരിട്ട് കാണുന്നതിൻ്റെ 1% പോലും ഭംഗി കാണില്ല എന്നുള്ളത്. ഇത്രയും തിരക്കായിരുന്നു കേട്ടോ. നമ്മുടെ സെൻറ്റ് മേരീസ് കോളേജിൻ്റെ അവിടെ നിന്നാണ് ചമയം കാണാനുള്ള വരി ക്യൂ ഉണ്ടായിരുന്നത്. നമ്മളപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ചമയ പ്രദർശനം നടക്കുന്നത് പാറമേക്കാവ് അമ്പലത്തിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഹാളിനകത്താണ് കേട്ടോ. ഇനി എന്തൊക്കെ തിരക്കുണ്ടെന്ന് പറഞ്ഞാലും എത്ര മണിക്കൂറോളം വരി നിന്നാലും എല്ലാവരും ചമയം കാണാൻ വരുന്നവരാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് കുടകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു വർഷം വെച്ചിട്ടുള്ള കുട അടുത്ത ഇയറിൽ യൂസ് ചെയ്യില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് കുടകൾ ഇത്തവണ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 15 എണ്ണം വീതമാണ് ഉണ്ടായിരിക്കുക. നടുക്ക് വയ്ക്കുന്ന കുടയ്ക്കായിരിക്കും കളർ ഡിഫറൻസ് ഉണ്ടാവുന്നത്. ഈ തിരക്ക് കണ്ടോ? ഇത് തന്നെയാണ് കേട്ടോ നമ്മുടെ തൃശ്ശൂർക്കാരുടെ ആവേശം എന്ന് പറയുന്നത്. പൂരത്തിന് പോവാത്ത ആളുകൾ ഉണ്ടാവില്ല, ഈ ഒരു ചമയം കാണാൻ വരാത്ത ആളുകളും വളരെ കുറവായിരിക്കും. അപ്പോൾ സെൻറ്ററിൽ ഇങ്ങനെ നെറ്റിപ്പട്ടവും വെഞ്ചാമരവും ഇതൊക്കെ ആയിട്ടുണ്ടായിരിക്കും കേട്ടോ. അത് കാണാൻ ഒത്തിരി ആളുകൾ വരുന്നുണ്ട്. കുടകളാണെങ്കിലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ ഇത്തവണ. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഇയറിനെ കഴിഞ്ഞും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ ഇത്തവണ. കളർ ഡിഫറൻസും കളർ കോമ്പിനേഷൻസും ഒക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എനിക്ക് അറിഞ്ഞൂടെ എങ്ങനെ പറയണം എന്നുള്ളത്. എനിക്ക് അത്രയും അറിവൊന്നുമില്ല ഇതിനെ പറ്റിയിട്ട്. അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ വിശദീകരിച്ച് പറയാനായിട്ട് അറിയാത്തത്. ഇത് ആനയുടെ മേലിടുന്ന കുറച്ച് ഐറ്റംസൊക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ കുടകൾ കാണുമോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏത് സെറ്റാണ് എന്നുള്ളത് ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. ആനച്ചമയം പ്രദർശനം നമുക്ക് തിരുവമ്പാടിൻ്റെ ഉണ്ടാവും, പാറമേക്കാവിൻ്റെ ഉണ്ടാവും. അപ്പോൾ മിക്കവാറും പാറമേക്കാവിൻ്റെയാണ് വന്ന് കാണുന്നത്. കാരണം ടൗണിന് അകത്ത് കിടക്കുന്നത് അതാണ്. ഇത് പാറമേക്കാവിൻ്റെ ചമയ പ്രദർശനത്തിലാണ് നമ്മൾ ആദ്യം കയറിയത് കേട്ടോ. നെറ്റിപ്പട്ടൊക്കെ കണ്ടോ? എന്തൊരു ഭംഗിയാണെന്ന് അറിയാം. ഇത് കണ്ടിട്ടുള്ള ആരാധന മൂത്തിട്ടാണ് കേട്ടോ ഞാൻ നമ്മുടെ വീട്ടിലേക്ക് ഒരു നെറ്റിപ്പട്ടം ഉണ്ടാക്കിയത്. കറക്റ്റ് ഇതേ ഒരു സംഭവമൊക്കെ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഡീറ്റെയിൽഡ് വ്ളോഗൊക്കെ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനും ശരത്തേട്ടനും അമൃതയും കുട്ടികളും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ ചമയം കാണാനായിട്ട് വന്നത് കേട്ടോ. ചേട്ടനൊക്കെ വേറൊരു സെറ്റായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവരെ ഞങ്ങൾ കണ്ടുപോലുമില്ലേ, ഏത് ഭാഗത്താണെന്ന് പോലും അറിയില്ല കേട്ടോ. അവരുടെ കൂട്ടത്തിലും ഇതുപോലെ കുറേ ആളുകളുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ഗ്രൂപ്പായി തിരിഞ്ഞിട്ടാണ് കേട്ടോ ഇതിനൊക്കെ പോകുന്നത്. എപ്പോഴും പകൽ നേരത്ത് ഉച്ച സമയത്തൊന്നും വലിയ തിരക്ക് ഞാൻ കണ്ടിട്ടില്ല. രാത്രി ഈ ഒരു 10:30 നേരത്താണ് ഞങ്ങൾ പോയത്. അപ്പോഴും വഞ്ചന തിരക്കായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു വൈകുന്നേരം ഒരു 6 മണി തൊട്ടൊക്കെ ഭയങ്കര തിരക്ക് വരും. അതിന് മുന്നേയൊക്കെ ഇച്ചിരി കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അത് ആദ്യത്തെ ദിവസവും രണ്ടാമത്തെ ദിവസം, അതായത് സാമ്പിൾ വെടിക്കെട്ടിൻ്റെ അന്നും ഈ ചമയ പ്രദർശനം ഉണ്ടായിരിക്കും. അതിൻ്റെ തൊട്ടടുത്ത ദിവസവും ഉണ്ടായിരിക്കും. ഈ കുടമൊക്കെ നോക്കി എന്തൊരു ഭംഗിയാണല്ലോ കാണാനായിട്ട്. എനിക്ക് അറിഞ്ഞുകൂടാ എന്തുമാത്രം നിങ്ങൾക്കിത് മനസ്സിലാവും ഈ ഒരു ആവേശം എന്നുള്ളത് കേട്ടോ. അപ്പം ഇത്തവണ കുടകളൊക്കെ കണ്ടിറങ്ങുന്ന ഭാഗത്ത് പാറമേക്കാവും വടക്കുന്നാഥനെയും തിരുവമ്പാടിയുടെയൊക്കെ അമ്പലങ്ങളുടെ മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതിൻ്റെയാണ് നിങ്ങൾ ഈ കണ്ടത്. അത് കഴിഞ്ഞ് ഞങ്ങൾ തിക്കിലും തിരക്കിലും പെട്ടിട്ട് മുകളിലേക്ക്, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് മേലേക്ക് സ്റ്റെപ്പ് ഉണ്ട്, അത് കയറി നമ്മൾ മേലെ പോയിട്ട് അവിടെയും കുറേ കുടകൾ ഉണ്ടായിരിക്കും കേട്ടോ. സ്പെഷ്യൽ കുടകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മേലെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇത്തവണ 2 ചമയ പ്രദർശനത്തിലും വെച്ചിട്ട് എനിക്ക് പാറമേക്കാവിൻ്റെ കുടകളാണ് ഇഷ്ടപ്പെട്ടത്. എന്തായാലും സ്പെഷ്യൽ കുടകളൊന്നും അവരങ്ങനെ അങ്ങോട്ട് കാണിക്കാനായിട്ട് വഴിയില്ല. ഇതിനകത്ത് 1-2 എണ്ണം ഡിസ്പ്ലേയിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അത് കുടമാറ്റത്തിൻ്റെ അന്ന് തന്നെയായിരിക്കും കാണിക്കുന്നത്. പക്ഷേ നമുക്ക് കമ്പാരിസൺ നടത്താനായിട്ട് പറ്റില്ല രണ്ടും കണ്ടിട്ട്. അതിൽ ഇത്തവണ പാറമേക്കാവ് തന്നെയായിരുന്നു കേട്ടോ അടിപൊളിയായിട്ടുണ്ടായിരുന്നത്. ഓരോ കളർ കോമ്പിനേഷൻസും
അത്രയും ഭംഗിയായിരുന്നു കാണാൻ. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങുന്നു. വേർത്ത് കുളിച്ചിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. എത്ര തിരക്കാണെങ്കിലും ഇതൊന്ന് കണ്ടിറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ ഇതാ ആനക്കുട്ടന്മാരിങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. എനിക്ക് ആനകളെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അടുത്ത് പോകാനോ തൊടാനോ എനിക്ക് പേടിയാണ് കേട്ടോ. അവരെങ്ങനെ പാറമേക്കാവിൻ്റെ അവിടെ അറ്റത്തൊരു പറമ്പുണ്ട്, അതിനകത്ത് കുളിപ്പിച്ച് കുട്ടപ്പന്മാരാക്കി ഓരോരോ ഗ്രൂപ്പുകളാക്കി ഓരോരോ സ്ഥലങ്ങളിൽ കൊണ്ടിടും, ഫുഡും വെള്ളമൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ നമുക്ക് അടുത്ത ഒരാളെ കാണാനായിട്ട് പോകാം കേട്ടോ. ഇവനെ കാണാൻ സൂപ്പറായിരുന്നു, ഭയങ്കര ക്യൂട്ടായിരുന്നു, ഭയങ്കര സൈസാണ് കേട്ടോ. അവൻ പേര് ഞാൻ ഓർക്കുന്നില്ല, ഭയങ്കര ഭംഗിയായിരുന്നു. പിന്നെ ഇതൊരു കുഞ്ഞാനയാണ് കേട്ടോ, കുട്ടി ആന. അതിന് കാലൊക്കെ ചൊറിയുന്നുണ്ടായിരുന്നു, അത് ഇടയ്ക്കിടയ്ക്ക് നിന്നിട്ട് കഴുത്തും കാലൊക്കെ ചൊറിയുന്നുണ്ടായിരുന്നു. പാവം തോന്നി എനിക്ക്. അങ്ങനെ ചമയ പ്രദർശനവും ആനക്കുട്ടികളെയും ഒക്കെ കണ്ട്, ആനക്കുട്ടിയല്ല ആന വലുത് തന്നെയായിരുന്നു, അവരെയൊക്കെ കണ്ട് ഞങ്ങളിതേ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങായിരുന്നു. അപ്പോൾ വേറൊരു സെറ്റ് ആനങ്ങനെ കൂടി കാണാമെന്ന് പറഞ്ഞു. എനിക്ക് ഇവരെ ഇങ്ങനെ കാണാൻ മാത്രമേ ഇഷ്ടമുള്ളൂ കേട്ടോ, പക്ഷെ അവരെ വെയിലത്ത് കൊണ്ട് നിർത്തിയിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. പാറമേക്കാവിൻ്റെ ബേക്കിൽ കൂടെ ഇറങ്ങി നമുക്ക് ഇനി പന്തലൊക്കെ ഒന്ന് കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒച്ചഴയുന്ന പോലെ കാറിൽ ഇരുന്ന് എഴഞ്ഞാണ് കേട്ടോ നമ്മൾ ഓരോ പന്തലും കണ്ടത്. കാരണം എന്താ വെച്ചാൽ അത്രയും തിരക്കാണ്. ഇന്ന് മാത്രമേ ഇതിനകത്തേക്ക് ഇങ്ങനെ കാറൊക്കെ കടത്തി വിടുള്ളൂ. തൃശ്ശൂർ പൂരത്തിൻ്റെ അന്ന് ഒരു വണ്ടി പോലും റൗണ്ടിലേക്ക് കടത്തി വിടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം കാണുന്ന പന്തൽ കേട്ടോ. ഇത് ഏത് ഭാഗത്തെയാണെന്നൊന്നും പറഞ്ഞു തരാൻ എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ കണ്ടോ, കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും തൃശ്ശൂർ വന്നിട്ട് തൃശ്ശൂർ പൂരം കാണണം കേട്ടോ. അത്രയും ബ്യൂട്ടിഫുള്ളാണ്. എവിടെ നിന്നൊക്കെയാണ് ജനങ്ങൾ വരുന്നതെന്ന് പറയാനായിട്ട് അറിഞ്ഞൂടാ. അത്രയും ആൾക്കാർ വരുന്ന ഒരു പൂരമാണ് തൃശ്ശൂർ പൂരം. അപ്പോൾ കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ നമ്മുടെ തൃശ്ശൂർക്കാരായിട്ടുള്ള വേറെ നാടുകളിൽ താമസിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇതിൽ കൂടെയെങ്കിലും ഒരു കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വ്ളോഗ് ചെയ്തത് കേട്ടോ. അങ്ങനെ പന്തലൊക്കെ കണ്ട് ഞങ്ങളിതാ ഈ വഴി തിരുവമ്പാടിയുടെ ചമയ പ്രദർശനം കാണാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇത്തവണ കൗസ്തുഭത്തിനകത്താണ് ചമയ പ്രദർശനം ആയിരുന്നത്, അതുകൊണ്ട് വലിയ തിരക്കില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഞങ്ങൾ പോയ സമയത്തിൻ്റെ ആണോ അതോ ഇത് ഇച്ചിരി നീങ്ങിയിട്ട് ടൗണിൽ നിന്ന് ഇച്ചിരി നീങ്ങിയിട്ടല്ലേ ഇത് വരുന്നത്. സാധാരണ CMS ഒക്കെ ആണെങ്കിൽ വൻപിച്ച ജനത്തിരക്കായിരിക്കും. ഇതിപ്പോൾ പാറമേക്കാവിൻ്റെ കണ്ടു വരുമ്പോൾ തന്നെ ആൾക്കാർ ക്ഷീണിക്കും, അത്രയും വരി നിൽക്കണം. അതുകൊണ്ടായിരുന്നോ എന്നോ എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ തിരക്ക് കുറവായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല കൃഷ്ണനെയും കുടകൾ, ഇവിടുത്തെ കുടകളും നല്ലതൊക്കെ തന്നെയായിരുന്നു. എന്നാലും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് പാറമേക്കാവിൻ്റെ ആണെന്ന് മാത്രം. ഇവിടെയും കളേഴ്സ് നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെന്ന് തന്നെ എനിക്ക് തോന്നിയത് കേട്ടോ. ഞാനും എൻ്റെ തമന്നയും, തമന്ന എന്ന് വെച്ചാൽ അമൃത എന്നാണ് അവളെ പേര്, പിക്ക് വിളിക്കുന്നതാണ് കേട്ടോ അവളെ തമന്ന എന്ന്. അപ്പം ഞാനും അവൾ ഭയങ്കര കൂട്ടാണ്. എല്ലാ വർഷവും ഞങ്ങൾ ഒന്നിച്ച് തന്നെയാണ് കേട്ടോ കാണാൻ പോവുക. ഇവിടെയും വടക്കുംനാഥൻ്റെ ഒരു അമ്പലത്തിൻ്റെ മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ കണ്ടതിൽ സ്പെഷ്യൽ കുടകളിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത്, ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ. ദേവിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്, ഏത് രൂപമാണ് എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. എന്നായാലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇവിടെയും കുറേ കളേഴ്സ്, പല വർണ്ണങ്ങളിലുള്ള കുട കാണാനായിട്ട് ഭയങ്കര ഭംഗിയല്ലേ. നമുക്ക് ഇത്രയൊന്നും കുടമാറ്റത്തിൻ്റെ അന്ന് കാണുമ്പോൾ ഇത്രയ്ക്കൊന്നും നമുക്ക് വിസിബിളായിട്ട് കാണാനായിട്ട് പറ്റില്ല കേട്ടോ. അത്രയും അടുത്തൊന്നും നമുക്ക് പോയി കാണാനായിട്ട് പറ്റില്ല. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ചമയ പ്രദർശനം ഉണ്ടാകുമ്പോൾ അങ്ങനെ കാണുമ്പോൾ നമുക്ക് കുറച്ച് അടുത്ത് കാണാം, അതിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാനും പറ്റും. അപ്പോൾ സ്പെഷ്യൽ കുടകൾ ഇവിടെ 2-3 എണ്ണം കണ്ടായിരുന്നു കേട്ടോ. ഈ നടക്കാത്ത കൊച്ചു കുട്ടികളെയൊക്കെ കൊണ്ടുപോയാൽ അവരെയും കൊണ്ട് കാണാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് ശ്രീരാമൻ്റെ സ്പെഷ്യൽ കൊടയാണ്. ഇത് നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. ഇവിടെ നിന്ന് ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തെങ്കിലും ഈ ആളുകൾ ഇങ്ങനെ മാറി മറിയുന്ന കാരണം കൊണ്ട് നമ്മൾക്ക് അങ്ങനെ നല്ല അടിപൊളിയായിട്ട് വീഡിയോ കവർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് കൊടുന്ന ആൾക്കാരൊന്നും അല്ലല്ലോ പറഞ്ഞനുസരിക്കാനായിട്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്നു എന്ന് ഞാൻ കരുതുന്നു.
കരുതുന്നത്. ഈ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ എൻ്റെ നാട്ടുകാരുണ്ടായിരിക്കും, എന്നെ അറിയുന്നവരുണ്ടായിരിക്കും, ഇത് കാണാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ വ്ളോഗ് ഞാൻ ചെയ്തത്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതാണ് തിരുവമ്പാടി അമ്പലം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും നന്ദി, നമസ്കാരം.